എന്താണ് പ്രോസ്ട്രേറ്റ്? ഹൗ ഇമ്പോർട്ടൻറ്റ് പ്രോസ്ട്രേറ്റ് ഇസ് ഫോർ എ മെയിൽ? പ്രോസ്റ്റേറ്റിസ് ഓക്കെ. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുരുഷന്മാരിൽ കാണുന്ന ഒരു വളരെ ചെറിയ ഒരു 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 വാലറ്റിന്റെ സൈസ് മാത്രമുള്ള ഒരു ഓർഗനാണത്. മൂത്രനാളി പോകുന്നുണ്ടല്ലോ, ഈ മൂത്രനാളിയുടെ ചുറ്റും, അതായത് മൂത്രസഞ്ചിയോട് ചേർന്ന് മൂത്രനാളിയുടെ ചുറ്റുമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. What are the most commonly seen problems ഈ പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ട്? പ്രധാനമായിട്ടും 3 പ്രോബ്ലംസ് ആണ് പ്രോസ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. അത് ഒന്ന്, പ്രോസ്റ്റേറ്റ് ഉണ്ടാവുന്ന അണുബാധ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്ന സംഗതി. അത് പൊതുവെ ചെറുപ്പക്കാരിലും ഉണ്ടാവാം. പ്രോസ്റ്റേറ്റ് അണുബാധ പോലെ ഉണ്ടാവും, നീർക്കെട്ട് എന്നൊക്കെ പറയുന്ന പോലെ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്ന സംഗതി. പിന്നെയുള്ളത്, നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ കഷണ്ടി വരുന്ന പോലെ തന്നെയുള്ള ആ ഒരു നമ്മൾ വാർദ്ധക്യത്തിലേക്ക് നടന്നു പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വ്യത്യാസം പോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിന് ഒരു പതുക്കെ ഒന്ന് വലുതാവുന്ന സ്വഭാവം. അതിലത്തെ കോശങ്ങളെല്ലാം ഒന്ന് വലുപ്പം വെക്കും, എല്ലാ കോശങ്ങളും വലുപ്പം വെക്കും. അങ്ങനെ പ്രോസ്റ്റേറ്റ് പതുക്കെ പതുക്കെ വലുതാവുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഒരു പാർട്ട് ഓഫ് നമ്മുടെ ഒരു ഏജിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഒരു വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് പ്രോസ്റ്റേറ്റ്. നമ്മൾ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്നത്, BPH എന്ന് പറയുന്ന സംഗതി, അതാണ് ഉണ്ടാവുന്നത്. മൂന്നാമത്, ഈ പ്രോസ്റ്റേറ്റിൽ ചിലപ്പം ഈ ക്യാൻസർ, അർബുദ രോഗം ഉണ്ടാവാവുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു അർബുദ രോഗമാണ്. പുരുഷന്മാരിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മൊത്തം ഒരു ശരാശരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-ൽ 1 അല്ലെങ്കിൽ 8-ൽ 1 പേർക്കെങ്കിലും ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കാലം ജീവിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 80 വയസ്സിലേക്കുള്ള ഒരാളുടെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10-ൽ 6 പേർക്കും ചിലപ്പം, അല്ലെങ്കിൽ 10-ൽ 8 പേർക്കും ചിലപ്പോൾ ഈ അർബുദ രോഗം ഉണ്ടാവാം സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ലോകത്തിൽ തന്നെ പുരുഷന്മാരിൽ ഉണ്ടാവുന്ന അർബുദങ്ങളിൽ നമ്പർ 2 പ്രോസ്റ്റേറ്റ് അർബുദം അത്രയും കോമൺ ആണ്. So what are the common investigations ഈ പ്രോസ്ട്രേറ്റിന് വേണ്ടി ചെക്കപ്പ് ചെയ്യാൻ? ഇപ്പോൾ നീർക്കെട്ടാണോ, ഹൈപ്പർപ്ലേസിയ ആണോ, അതോ ക്യാൻസർ ആണോ? വാട്ട് കുഡ് ബി ദി ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ചോയ്സ്? ഇൻവെസ്റ്റിഗേഷനേക്കാളേറെ നമ്മൾ പേഷ്യന്റിന്റെ പറയുന്ന ലക്ഷണങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് അത് നമ്മൾ ആ ലക്ഷണങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഇതിനെ പിന്തുടരേണ്ടത്. അപ്പോൾ പ്രോസ്റ്റേറ്റൈറ്റിസിനെ തന്നെ മാറ്റിവെക്കാം. അത് ഇതിന്റെ കൂടെ പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് ഇരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളിയിലേക്ക് പോകുന്ന ആ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്ന ഈ മൂത്രനാളിനെ ചുറ്റും ആയിട്ടിരിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് മൂത്രനാളി പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലുതാവുമ്പോൾ തടസ്സം വരും. അപ്പൊ ഈ തടസ്സം നമ്മൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ചെല്ലുന്നു. തടസ്സമുള്ള, ഇപ്പൊ പ്രോസ്റ്റേറ്റുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ മൂത്രമൊഴിക്കാൻ തുടങ്ങും, പക്ഷേ മൂത്രം വരുന്നില്ല. ഫീലിംഗ് ഉണ്ട്, വരുന്നില്ല. അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് തോന്നും. അത് ഒത്തിരി ഒന്ന് ഡിലേ ആയിട്ടേ തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കണം നോക്കിയാൽ ആ പഴയ വണ്ണത്തിലാണ്ട് പോണില്ല, ആ സ്പീഡിലൊന്നും പോണില്ല, ആ ഫോഴ്സ് ഫീലിംഗ് ഇല്ല. അതായത് അത് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് ഇടയ്ക്ക് നിൽക്കണു, ഒരു ക്രമമില്ലാണ്ട് പോണ പോലെ പോകുന്നു. ഇനിയിപ്പോ ഒഴിച്ചു കഴിഞ്ഞാലോ തൃപ്തിയായില്ല എന്നുള്ളൊരു തോന്നല്, അതിന് ബാക്കിയുണ്ട് എനിക്ക് എന്നുള്ളത് തോന്നല് വരും. ഇതൊക്കെ ആ തടസ്സത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് കൂടാതെ തടസ്സം സംഭവിക്കുന്നതിനൊപ്പം തന്നെ വേറെ കുഴപ്പം കൂടി ഉണ്ട്. നമ്മുടെ മൂത്രസഞ്ചിക്ക് ഒരു കുഴപ്പം. മൂത്രസഞ്ചി ഇത് തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒന്നുകൂടി അതിനെ തള്ളിക്കളഞ്ഞ് ഇതാക്കുന്നത്. അപ്പൊ മൂത്രസഞ്ചി കുറച്ചൊന്ന് ഓവർ ആക്റ്റീവ് പോകും, സ്വാഭാവികമായിട്ടും ഓവർ ആക്റ്റീവ്. അതിന്റെ കാരണം തടസ്സം നിൽക്കുന്ന സമയത്ത് അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് എപ്പോഴും മൂത്രമൊഴിക്കണം തോന്നും. മൂത്രമൊഴിക്കണം തോന്നൽ വന്ന് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാവും. അത് ഡിലേ ചെയ്യാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ രാത്രിയിൽ നമ്മളിപ്പോ എണീക്കേണ്ടി വരും, മൂത്രമൊഴിക്കാൻ വേണ്ടി എണീക്കേണ്ടി വരും. ഇതൊക്കെ ഇതിന്റെ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആള് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഇത് നോക്കിയിട്ട് നമ്മൾ ഓരോന്നോരോന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് ആണതിൽ. ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരിട്ട് പ്രോസ്റ്റേറ്റിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. അത് ബുധപരിശോധനയാണ്. നമ്മൾ വെച്ചിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റിനെ പരിശോധിക്കുക എന്നുള്ളതാണ്
അതിൽ അത് കാരണം ആ പരിശോധനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ പ്രോസ്റ്റേറ്റ് എത്രത്തോളം വലിപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൽ ക്യാൻസറിൻ്റെതായ എന്തെങ്കിലും അംശങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പരിശോധനയുടെ ഉദ്ദേശം. അത് നോക്കണം. പിന്നെ നമുക്കുള്ളത് ഈ ഇതിനുള്ള ഈ ചില ടെസ്റ്റുകളുണ്ട്, ലാബ് ടെസ്റ്റുകളുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറഞ്ഞൊരു PSA എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് പ്രോസ്റ്റേറ്റ് നോർമലായിട്ട് അതൊരു നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോസ്റ്റേറ്റ് പുറപ്പെടുവിക്കുന്ന ഈ പ്രോസ്റ്റേറ്റിന്റെ സ്രവത്തിൽ കാണുന്ന ഒരു സംഗതിയാണത്. അതിന്റെ അളവ് നോർമലായിട്ട് അതൊരു സാധാരണ ഒരു 4 നാനോഗ്രാമിന് താഴെയാണ് ഒരു മില്ലിയിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ വരുമ്പോൾ അതെല്ലാം നമ്മൾ ഈ ഇതിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാത്തിലും കൂടാം, BPH-ലും കൂടാം, ക്യാൻസറിലും കൂടാം. ക്യാൻസറിൽ കുറച്ച് കൂടുതലായിട്ട് കൂടും, പ്രോസ്റ്റേറ്റൈറ്റിസിലും നല്ലോണം കൂടും. ഇതൊക്കെ അപ്പൊ ഒരു ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അത് PSA എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നോക്കാം. പിന്നെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ അത് വയറിലൂടെ ചെയ്യുന്ന അൾട്രാസൗണ്ടും ഉണ്ട്, മലദ്വാരത്തിലൂടെ ചെയ്യുന്ന അൾട്രാസൗണ്ട്. ഇതിലൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് പ്രോസ്റ്റേറ്റിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഡൗട്ട്ഫുൾ ആണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാമെന്നൊരു ഡൗട്ട് ഉണ്ട്. സാറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ഇതില് ഈ ഡൗട്ട് വരുന്നപ്പോ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ 2 തരത്തിൽ പോവാം. ഒരു ടെസ്റ്റും കൂടി വേണമെങ്കിൽ ചില ഇപ്പൊ ഇടയിൽ നിൽക്കുന്നൊരു ഇപ്പൊ PSA ചെയ്തു, PSA ഒരു 8 ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പം അത് വല്ലാണ്ട് കൂടുതലല്ല, എന്നാൽ കൂടുതലാണ് താനും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സംശയം, നമ്മൾ നേരിട്ട് ബയോപ്സി എന്ന് പറഞ്ഞാൽ ബയോപ്സി എല്ലാവർക്കും പേടിയാണ്. പൊതുവെ ഒരു മടി ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പൊ ബയോപ്സി ചെയ്യാന്ന് പറയുമ്പോൾ ഒരു നീട്ടിലിട്ട് നോക്കണൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു വേദനയുടെ ഒരു അംശം അതിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഒരു ടെസ്റ്റും കൂടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് പറയണത് ഒരു MPMRI എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, മൾട്ടി പാരാമീറ്റർ MRI എന്ന് പറയും. അത് നോക്കുമ്പോൾ അതിൽ കുറെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമ്മുടെ ഈ പ്രോസ്റ്റേറ്റിന്റെ തന്നെ ഒരു MRI ആണത്. അതിൽ നോക്കിയിട്ട് അതിനൊരു സ്കോറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്, തൈറോയ്ഡ് സ്കോറിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാം. അത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ അകത്ത് 3 കൂടുതലോ ഒക്കെയുള്ള സ്കോറൊക്കെ ആണെങ്കിൽ അത് ക്യാൻസറിന് സാധ്യത കൂടുതലാണെന്നുള്ളത്. അങ്ങനെ നമുക്ക് ഒന്നുകൂടി അതിനൊന്ന് സ്ട്രാറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംശയമുള്ള ഇതിൽ അതിലും ഒരു സംശയത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി തന്നെ നോക്കിയും. അപ്പോൾ ബയോപ്സി കൺഫേംഡ് ആയി ദാറ്റ് ഇറ്റ് ഈസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പോൾ I'm sure there are wide ranges of treatment. അപ്പോൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ടോ, ദാറ്റ് ഈസ് നോൺ സർജിക്കൽ ഉണ്ടോ, ഓർ ഇസ് ഇറ്റ് ഓൺലി സർജറി? പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് ഓങ്കോളജിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ്. അതായത് അത് എസ്പെഷ്യലി ഒരു സോളിഡ് ഓർഗൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന്റെ ഓങ്കോളജിക്കൽ പ്രിൻസിപ്പിൾ പ്രകാരം ആ ഓർഗൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുക തന്നെയാണ് അതിന്റെ ചികിത്സ. അത് സംശയമൊന്നുമില്ല. അപ്പം ഓർഗൻ കൺഫൈൻഡ് ആയിട്ട്, അതായത് പ്രോസ്റ്റേറ്റിൽ മാത്രമായി നിൽക്കുന്ന, പുറത്തേക്ക് പടരാത്ത, വേറെ എവിടെയും അതിന്റെ തെളിവുകളില്ലാത്ത ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ആ പ്രോസ്റ്റേറ്റ് എടുക്കുന്നതാണ് അതിന് ക്യൂർ കൊടുക്കുക. അതിനെ ആ അസുഖം മുഴുവനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം റാഡിക്കൽ പ്രോസ്റ്റേക്ടമി എന്ന് പറയുന്ന ചികിത്സ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞ് അതിലൊരു സംശയമില്ല. അതെല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ. സെക്കൻഡ് ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ അവിടേക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന റേഡിയേഷനും ഉണ്ട് ഇതിൽ കൊടുക്കുക. അപ്പൊ ഓർഗനിലും മാത്രം, അതായത് പ്രോസ്റ്റേറ്റിൽ മാത്രമായിട്ടുള്ള ക്യാൻസറിന് ഇത് രണ്ടും തന്നെയാണ് അതിന്റെ ചികിത്സ വരുന്നത്. ഇനി ബാക്കിയുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സിമ്പിൾ ടൈമിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. അതായത് പൊതുവെ നമ്മുടെ നാട്ടിൽ കാണുന്ന, ഇത് എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ ആവണമെന്നില്ല, എന്നാൽ പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന, ഇത്രയും കാലം കണ്ടുവന്നിരുന്ന, ഇനി ഭാവിയിൽ മാറുമെന്ന് പറയാൻ പറ്റില്ല, ഇതുകൊണ്ടെന്ന് പറയാൻ, ബാക്കിയുള്ള ക്യാൻസറുകളെ പോലെ അപകടകാരി ആവാറില്ല, അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ കൂടുതൽ കാലം ആ രോഗവുമായിട്ട് ആൾക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഒരാളെ കൊല്ലി എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ അധികം വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു തമാശയായിട്ട് നമ്മുടെ പേഷ്യൻസിന് അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും, ഇപ്പൊ എന്നെ ഒരാൾ ശപിക്കുക എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ക്യാൻസർ വരട്ടെ എന്ന് ശപിക്കുന്നത്, എന്നെ ശപിച്ചു എന്ന് വെച്ചോളൂ. അപ്പം നോക്കിയൊന്നുമില്ല, അത് വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വേണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കാന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ വേണമെന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണെന്നൊക്കെ ഞാൻ പറയും, എനിക്ക് പ്രോസ്റ്റേറ്റ് തന്നാൽ മതി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് മറ്റുള്ള ക്യാൻസർ, ഒരു പാൻക്രിയാസിലൊക്കെ തന്നാൽ എന്റെ അന്ത്യം തീർന്നു, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ കാരണം നമ്മുടെ 5 year 5 കൊല്ലം ജീവിക്കാനുള്ള സർവൈവൽ തന്നെ വളരെ വളരെ കുറവാണ് ഒരു പാൻക്രിയാസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച്
നമ്മൾ പ്രോസ്റ്റേറ്റിൽ നമ്മൾ 5 ഇയർ സർവൈവൽ റേറ്റേ അല്ല സംസാരിക്കണം. നമ്മൾ 10 ഇയർ സർവൈവൽ റേറ്റും 15 ഇയർ സർവൈവൽ റേറ്റൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ദീർഘകാലം നമുക്ക് അത് വ്യാപിച്ചതാണെങ്കിൽ പോലും ദീർഘകാലം നമുക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സ്ലോ ഗ്രോയിങ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കുറേയധികം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ മെ നോട്ട് ബിഹേവ് അഗ്രസീവ്ലി, കുറച്ച് ബിനൈനായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ടൈപ്പ് കുറെ സ്വഭാവം അതിനുണ്ട്. അതായത് ഗുഡ് നമ്പർ ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ദ പേഷ്യൻസ് ഡൈ വിത്ത് ദ ഡിസീസ് ദാൻ ഡ്യൂ ടു ഡിസീസ്. അതായത് രോഗമായിട്ട് മരിക്കുക അല്ലാതെ രോഗം കാരണം മരിക്കുകയല്ല സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം അതിലുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സ്ലോ ആണ് പലപ്പോഴും അതിന്. മാത്രമല്ല ഈ മേത്ത് മുഴുവൻ നിറഞ്ഞൊരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ചികിത്സയുള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് നമ്മൾ സർജറി അല്ലാത്ത രീതിയിലുള്ള വേറെ ഓപ്ഷൻസ് അധികവും വരുന്നത്. അതായത് മൊത്തത്തിൽ ബോഡിക്ക് മൊത്തമായിട്ട് കൊടുക്കുന്ന ചികിത്സ. കാരണം ഇതൊരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. അപ്പോൾ നമ്മൾ ഹോർമോണിൽ ആയിട്ടാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റോസ്റ്ററോൺ, നമ്മുടെ പുരുഷ ഹോർമോൺ എന്ന് പറയുന്ന സംഗതി, മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ, അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 5-ഹൈഡ്രോക്സിറ്റെസ്റ്റോൺ, ഇതെല്ലാം ഇതിനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം നമ്മൾ അതിനെ ഇല്ലാതാക്കുന്ന, ആ ടെസ്റ്റോസ്റ്ററോണെ ഇല്ലാതാക്കുന്നത് ഇതിന്റെ എത്ര പുറത്തേക്ക് വളർന്ന ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും അതിനെ ചുരുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ, അത് ഈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നീക്കം ചെയ്യുന്ന സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഇഞ്ചക്ഷനുകൾ വഴിയോ ഒക്കെ ആയിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ തന്നെ വാക്കാൻ ഞാൻ ഉപയോഗിക്കുള്ളൂ, ക്യൂർ അല്ല ഞാൻ പറയുന്നത്, കൺട്രോൾ ചെയ്യാൻ, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു അർബുദ രോഗമാണ്. ഇപ്പൊ സാറ് റാഡിക്കൽ പ്രോസ്ട്രേറ്റ് റിമൂവൽ ആണ് സർജറിയുടെ പേര് പറഞ്ഞത്. Now there is a current trend of robotic removal. Is there a difference? Is it far superior than the previous method? ഒരു അതിന്റെ പറ്റിയ ഒരു ജനറൽ ഐഡിയ തരാം. അതായത് അത് നമ്മുടെ ഇത് പ്യൂർലി ഒരു സർജറി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നത് നമ്മുടെ ഇടുപ്പല്ലിന്റെ ഏറ്റവും അടിയിൽ, നമ്മുടെ ഈ കാണുന്ന ബോണിന്റെ, ഇടുപ്പല്ലിന്റെ ഈ ബോൺ കൂടെന്ന് തന്നെ പറയാവുന്ന ഈ എല്ലിന്റെ കൂടിന്റെ ഉള്ളിൽ ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ തുറന്നൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്താൻ എളുപ്പമല്ല. കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതെടുക്കും, നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്താൻ എളുപ്പമല്ല. പല സമയത്തും അതിനെടുത്ത് മാറ്റി നമ്മുടെ മൂത്രനാളിയും മൂത്രസഞ്ചിയുമായിട്ട് നമ്മൾ തുന്നിച്ചേർക്കുക ചെയ്യണം, അതിനെടുത്ത് മാറ്റി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഫുൾ വിഷ്വൽ കൺട്രോളിൽ വരുന്നത് അത്ര ഈസി അല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ട് വരാം. ചെയ്യാൻ പറ്റാതില്ല, പീപ്പിൾ ഡൂയിങ് ഇറ്റ് എക്സലന്റ്ലി വെൽ ആയിട്ട് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ആ ഒരു കുറച്ചുകൂടി ടെക്നിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സർജറിയാണത് ചെയ്തു തരാം. കാരണം അതിന്റെ അനാറ്റമിക്കൽ ലൊക്കേഷൻ അത്രയും താഴെ ആയതുകൊണ്ട് നമുക്കത് മുകളിൽ നിന്ന് ചെയ്യാനുള്ള ഒരു പ്രയാസം അതിനുണ്ട്. ഈ പ്രശ്നത്തിനെയാണ്, ഈ ചലഞ്ചാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ റോബോട്ടിക് ആയിട്ടോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കാരണം നമുക്കത് അങ്ങോട്ട് പോയി നമ്മുടെ നേരെ മുമ്പൊന്ന് കണ്ട് നമ്മൾ സുഖമായിട്ട് ചെയ്യണം. അതെ, ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് റോബോട്ടിനുണ്ട്. അതാണ് ഇപ്പൊ. മാത്രമല്ല നമുക്കറിയാം, നമ്മളിപ്പോ ചെയ്യുമ്പോൾ, നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിന്റെ മൂവ്മെന്റ് നോക്കിക്കോളൂ, നമുക്ക് മാക്സിമം എത്രയും കിട്ടുന്നുള്ളൂ, ഒരു 120 ഡിഗ്രിയൊക്കെ നമ്മുടെ കൈ തിരിയുന്നുള്ളൂ. പക്ഷെ റോബോട്ടിന്റെ കൈ 360 ഡിഗ്രി തിരിയും. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ തുന്നലിനുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. മാത്രമല്ല അസല് കാണുകയും ചെയ്യാം, അത് നന്നായിട്ട് കാണുകയും ചെയ്യാം. അപ്പൊ ആ ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും അതൊരു വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടി. ആ ഒരു ഈസ് എങ്ങനെയാലും അതിന്റെ കുറച്ചൊക്കെ അതിന്റെ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യാതിരിക്കും. ഇപ്പൊ ജനറലി ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്, റോബോട്ടാണ് ഈ സർജറി ചെയ്യണത്, ഡോക്ടറാണോ ചെയ്യുന്നത്, ഡോക്ടർ അസിസ്റ്റഡ് റോബോട്ടാണോ ചെയ്യുന്നത്, അതോ റോബോട്ടാണോ ചെയ്യുന്നത്? റോബോട്ടിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ സർജൻ ഉണ്ട്, സർജൻ കൺസോളിലുണ്ട്, സർജന്റെ മൂവ്മെന്റ് തന്നെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത്. സർജൻ അവിടെ ഉണ്ട്, കൺസോളിലുണ്ട്, ഒരു കൺസോൾ ഉണ്ടാവില്ല, കൺസോളിൽ സർജൻ ഇരിക്കുന്നുണ്ട്, സർജന്റെ മൂവ്മെന്റ്സ് ഉണ്ട് അവിടെ.
ആ മൂവ്മെന്റ്സ് അനുസരിച്ച് തന്നെയാണ് റോബോട്ട് ചെയ്യുന്നത്. റോബോട്ട് ഈസ് ഒരു അസിസ്റ്റന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ. ടൂൾ, എക്സലന്റ് ടൂൾ. നമ്മളവിടെ ഇല്ല ആ പരിസരത്ത്, നമ്മൾ കുറച്ച് ദൂരെ ഇരിക്കുന്നത്, രോഗിയുടെ അടുത്തല്ല ഇരിക്കുന്നത്. നമ്മൾ ദൂരെയാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റും. അത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അടുത്ത സംഭവിക്കാൻ പോണത് അമേരിക്കയിലും സർജറി ചെയ്യാം, ഇതേപോലെ തന്നെ. ഇവിടെയാണ് നമ്മൾ സർജൻ ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം. അത് ഓൾറെഡി അത് വന്നു കഴിഞ്ഞു, അതിന്റെ ടെക്നോളജി വന്നു കഴിഞ്ഞു. സെയിം ഇതിന്റെ ഒരു അഡ്വാൻസ് ഫോമാണ്. ഇപ്പൊ എല്ലാവർക്കും മെയിൻ ഇമ്പോർട്ടന്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പോ ഈ ഒരു പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഇതിന് എന്തെങ്കിലും ടിപ്സ്, പോയിന്റേഴ്സ് ഓൺ ഹൗ ടു ബി കെയർഫുൾ? കുറെ സ്റ്റഡീസ് ഉണ്ട് പ്രിവെന്റിന്. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു മെയിലായിരിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് വയസ്സാവുക എന്നുള്ളതാണ്. ഏറ്റവും അൺമോഡിഫയബിൾ ഫാക്ടേഴ്സ് ആണ്. നമ്മൾക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വയസ്സാകും തോറും ഇതിന്റെ ചാൻസ് കൂടി തന്നെ വരും, യാതൊരു സംശയമില്ല. പിന്നെ നമുക്കൊരു ഹൈ റിസ്ക് സിറ്റുവേഷൻ, അതായത് നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഉള്ളതെങ്കിൽ, പിന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ഗ്രൂപ്പിനൊക്കെ എപ്പോഴും ആ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ആ റിസ്കുകളൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഒരു പ്രൈമറി പ്രിവെൻഷൻ ഇതിലൊന്നും ഈ ഒരു ഫാക്ടേഴ്സിൽ വരുന്നില്ല. എന്നാലും പ്രൈമറി പ്രിവെൻഷൻ രോഗം വരാതിരിക്കാനായിട്ട് അല്ലാത്തവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര അധികം ഒരു ഡെഫിനിറ്റീവ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചില സംഗതികൾ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി വെരി ഗുഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചില വെജിറ്റബിൾസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ബ്രോക്കലി, കോളിഫ്ലവർ, ബ്രസൽസ് സ്പ്രൗട്ട്സ്, ഇതെല്ലാം ഈ സൾഫഫെറോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇതിലുണ്ട്. ഇത് വളരെ പ്രിവെന്റീവ് ആണ്, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള വെജിറ്റബിൾസ് റെഗുലർ യൂസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറയ്ക്കും എന്നുള്ള ഒരു സ്റ്റഡീസ് ഉണ്ട്. അത് പറയുന്നത് നോട്ട് ഭയങ്കര വ്യത്യാസമല്ല, പക്ഷെ ഡെഫിനറ്റ്ലി റിസ്ക് ഈ ഉപയോഗിക്കുന്നവരിൽ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെയുള്ള ഒന്നാണ് ഈ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞൊരു സംഗതി. ലൈക്കോപ്പീൻ ഓൾസോ ക്യാൻ പ്രിവെന്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ ലൈക്കോപ്പീൻ ഉള്ള നല്ലോണം ഉള്ള ഒരു സംഗതിയാണ് നമ്മുടെ ടൊമാറ്റോ, തക്കാളിയുടെ ഉപയോഗം ഇതിന് വളരെ ഗുണകരമാണെന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ ഏത് ഏത് ക്യാൻസറിനും അതിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എപ്പോഴും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഈ ലെസ് ഫാറ്റ്, ആന്റി ഓക്സിഡൻസ് നല്ലോണം ഉള്ളത്, ലെസ് ഇൻഫ്ലമേറ്ററി ഫുഡ് കണ്ടന്റ് ഉള്ള ഫുഡ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നല്ലോണം കഴിക്കുന്നത്, എക്സസൈസ് ഇസ് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഈയിടെ വരെയുണ്ടായി. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നൊരു സ്റ്റഡിയാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. പക്ഷെ അത് കേട്ടപാടെ ആൾക്കാരൊക്കെ എടുത്ത് കൊണ്ടു നടന്നെങ്കിൽ പോലും അതൊരു വളരെ അത് ചെയ്തുകൊണ്ട് മാത്രം ഇത് ആവുന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് അസോസിയേഷൻ ഇവിടെ കാണാൻ പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, the more you ejaculate from younger onwards, the less is the chance for prostate cancer. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി. അതായത് അവരുടെ സ്റ്റഡി പ്രകാരം ഏതാണ്ട് ഇഫ് യു ഇജാക്കുലേറ്റ് മോർ ദാൻ 20 times a month, your chance of getting a prostate cancer, and especially if you start early on that. And ejaculation means it need not be only the actual coitus. It can be in a nocturnal emission, it can be masturbation, anything for that matter. The risk is lesser compared to if you are ejaculating only less than 5 a month. എന്നുള്ള ഒരു സ്റ്റഡി ഇവിടെ ഇൻട്രസ്റ്റിംഗ് റീസെന്റ് കണ്ടിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. പക്ഷെ that doesn't mean that you should start doing it because it has its own taboos definitely and its own cultural backgrounds എല്ലാം ഉണ്ടാവും. അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. എന്നാൽ പോലും ഇങ്ങനെ ഒരു മേ ബി ബിക്കോസ് ejaculation always helps നമ്മളുടെ കാൻസറോജനിക് ആയിട്ടുള്ള പലതിനെയും അത് എക്സ്പെൽ ചെയ്യുന്നുണ്ടാവണം എന്നുള്ളത് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സാർ,
thank you so much. Really, I enjoyed this episode talking to you. You've given us very credible information, starting from UTI, erectile dysfunction, prostate. So clear, so amazing. So thank you so much for coming on to MedVentures. It's been an honor talking to you. I also know that you're an author and you're an avid traveler. Yeah. So I enjoy that more. so wishing you more success in your clinical practice, also into your private writing as well as traveling. And thank you so much. Thank you so much.